ഹലോ അസ്സലാമലൈക്കും. കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വേറെ ഒന്നുമല്ല, കേക്ക്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ടൈം എടുക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ കൊണ്ടു നടക്കാറ്. ഹെൽത്തിയും ടേസ്റ്റി ഉള്ളതായിരിക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന്റെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാവേ. രാവിലെ തന്നെ നല്ല മഴയുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് 4 സവാളയാണ്. 4 സവാള നമ്മൾ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കൻ ആണ് കേട്ടോ ഞാനിവിടെ 4 സവാള എടുത്തിട്ടുള്ളത്. തന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്താലും മതി. വെള്ളം കൂടി ആഡ് ചെയ്തിട്ട്, ഒരുപാട് വെള്ളം ആഡ് ചെയ്ത് കേട്ടോ. ഇതിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് ഇത് 2 വിസിൽ വരും വരെ വെയിറ്റ് ചെയ്യും. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമ്മൾ ഓൾറെഡി മാഗ്നേറ്റ് ചെയ്ത് ഒരു 1 അവർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ആവശ്യത്തിന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ മാത്രമല്ല കേട്ടോ, ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫ് യൂസ് ചെയ്യാവുന്നതാണ്. ബീഫ് നല്ലപോലെ മസാലയൊക്കെ ഇട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ചിക്കൻ ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഗ്രേവിക്കുള്ള മസാല റെഡിയാക്കാം. അടുത്ത നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കന് ആവശ്യമുള്ള കുറച്ച് ഗാർലിക്കും 4 ഗ്രീൻ ചില്ലിയും, നമ്മൾ എത്രയാണോ ഗാർലിക് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് കുറച്ച് ജിഞ്ചേഴ്സും, ഇത് 3 കൂടി ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഒരുപാട് പേസ്റ്റ് പോലെ ആകാണ്ട് ചെറിയ രീതിയിൽ ഇതുപോലെ ക്രഷ് ചെയ്താൽ മതിയാവും. ഇത് നമ്മുടെ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1 ഓണിയൻ ഫ്രൈഡും കാഷ്യൂസും റീസൻസും അതുപോലെ കുറച്ച് മല്ലിയിലയും. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൽ 2 വിസിൽ വന്നിട്ടുണ്ട്. എന്തായെന്ന് നോക്കാവേ. ഈ ഒരു പരുവത്തിൽ നല്ല പോലെ കുഴഞ്ഞ് കിട്ടണം കേട്ടോ. ഇനിയിപ്പോൾ അത് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 വിസിൽ വരെയൊക്കെ കൊടുക്കാം. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം. ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് ഹാർഡ് ആക്കണ്ട, കുറച്ച് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അടുത്ത പറഞ്ഞ പോലെ ചിക്കന് മാത്രമല്ല മട്ടനും ബീഫും ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. മട്ടനൊക്കെ ആകുമ്പോൾ ഡീപ് ഫ്രൈ ചെയ്യാണ്ട് കുറച്ചൊരു ഷാലോ ഫ്രൈ പോലെ ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. നമ്മൾ ബാക്കിയുള്ള ചിക്കനും കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സെയിം ഓയിലിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ചിക്കനിലിടുമ്പോൾ കുറച്ച് ആ ഫ്ലേവറും കൂടി കിട്ടിക്കോട്ടി എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബിരിയാണിക്കുള്ള ഗ്രേവി റെഡിയാക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലാണ്. അതിലോട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി ഇത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ആദ്യമാണ്. ശേഷം നമുക്കൊരു ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ വഴച്ചെടുക്കട്ടെ. ആ ഒരു പച്ചമണം ആ എണ്ണയിൽ കിടന്ന് മാറി കിട്ടണം. പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച കുക്കറിൽ ആ സവോള ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അടുത്തത് ആഡ് ചെയ്യാൻ വേണ്ടി പോണത് സ്പൈസസ് ആണ്. നമ്മളിവിടെ ആദ്യം ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല പൗഡർ കിട്ടും, അത് നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഗരം മസാല പൗഡർ 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെയും കൂടി ആ റോ സ്മെല്ലൊന്ന് മാറുന്ന വരെ മിക്സ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യം സോൾട്ട് ഇടാൻ മറന്നുപോയതാണ്, നിങ്ങൾ ഇതിലിട്ട് കൊടുക്കണേ. അറ്റ് ലാസ്റ്റ് നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാല ഒക്കെ അതിൽ പിടിക്കുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ടത് കുറച്ച് കട്ടിയുള്ള തൈരാണ്. പുളിയുള്ള തൈരാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ, നല്ല ഫ്ലേവർ കിട്ടും. പൊടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ ഒരു ഫ്രൈഡ് ഓണിയൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് മേളിലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കൂടി കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ ഗീ റൈസാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ വലിയൊരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത് ബിരിയാണി റൈസ്. 3 ഗ്ലാസ് അരിക്കാണെങ്കിൽ 6 ഗ്ലാസ് വെള്ളം എന്നാൽ. ആദ്യം തന്നെ നമുക്ക് ബിരിയാണി വെക്കുന്ന പോട്ടോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. നമ്മൾ 6 ഗ്ലാസ് വെള്ളം അതിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട, ഗ്രാം, ഏലക്ക, അതുപോലെ ബേ ലീഫ്, ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഡാൽഡയാണ് യൂസ് ചെയ്യുന്നത്. ഡാൽഡ വേണ്ടാന്നുള്ളവർക്ക് ഗീ എടുക്കാവുന്നതാണ്. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം കുറച്ച് തിളയ്ക്കുമ്പോഴത്തേനും നമ്മൾ 2 സ്ലൈസ് ഓഫ് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കഴുകി വെച്ച റൈസും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഗീ റൈസ് റെഡിയാവും. ഗീ റൈസ് റെഡി ആക്കി തന്നെ ചെയ്യേണ്ടത് വേറൊന്നുമില്ലല്ലോ. നമ്മൾ ആ ഗ്രേവി നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്രേവിയിലോട്ട് നമ്മൾ ഗീ റൈസ് കുറച്ചായിട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു മിക്സ് റെഡി ആക്കിയിട്ടുണ്ട്. അതായത് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തെടുത്താണ്. അത് നമ്മൾ ആ റൈസിന് മേളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇടുക. എന്നിട്ട് ബാക്കി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന റൈസിൻസ്, കാഷ്യൂസ്, പിന്നെ നമ്മുടെ ഫ്രൈഡ് ഓണിയൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും, പിന്നെ ലാസ്റ്റായിട്ട് കൊറിയാൻഡർ ലീഫും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദമ്മ റെഡിയായി. എന്നിട്ടിത് ഒരു എന്താ പറയുക, ഒരു 15 to 20 മിനിറ്റ്സ് ദമ്മ വെച്ചിട്ട് പൊട്ടിച്ച് കഴിച്ചാൽ അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ കുക്കറിൽ ഇതൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ വേഗം റെഡിയാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി. നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടും. ഇതിലും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് എന്താ പറയുക, ബീഫിലായിരിക്കാം. ചിക്കൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ, ചിക്കൻ അടിപൊളിയാണ്.
കൂടെ തന്നെ സാലഡും പപ്പടം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അയക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ അസ്സലാമു അലൈക്കും.